എല്ലാവർക്കും നമസ്കാരം. ആംഫ ട്യൂബിലേക്ക് സ്വാഗതം. ഒരു ഓട്ടോമൊബൈൽ കഥ കൂടിയാണ്, ഒരു വാഹന കമ്പനിയുടെ അനുഭവം കഥയിൽ കൂടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഫോർഡ് ഇന്ത്യ അതിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്താൻ തീരുമാനിച്ചു എന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ഇതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഫോർഡ് ഇന്ത്യയിലെ നിർമ്മാണം നിർത്തുകയാണ്. ഫോർഡിന് ഇന്ത്യയിൽ 2 നിർമ്മാണ യൂണിറ്റുകളാണ് ഉള്ളത്. അതിലൊന്ന് ഗുജറാത്തിലെ സനന്ദിൽ. അതിൻ്റെ പ്രവർത്തനം 4ാം പാദത്തോടുകൂടി 4ാം ക്വാർട്ടറോടുകൂടി 2021 4ാം പാദത്തോടുകൂടി അത് നിർത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ചെന്നൈയിൽ ഉള്ള 2ാമത്തെ യൂണിറ്റ് വെഹിക്കിൾ ആൻഡ് എഞ്ചിൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ മരേമലൈ നഗറിലുള്ള യൂണിറ്റ് 2022 2ാം പാദത്തോടുകൂടി നിർത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഫോർഡിനെ പറ്റിയിട്ട് ചില ചരിത്രം, ചില വസ്തുതകൾ വളരെ ചുരുങ്ങിയ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഫോർഡ് എന്ന കമ്പനി ആരംഭിച്ചത് ജൂൺ 16, 1903 അമേരിക്കയിലാണ്. അതിനുശേഷം ഒരുപാട് പുരോഗതിയും വിപ്ലവാത്മകമായിട്ടുള്ള വളർച്ചയും എല്ലാം ഉണ്ടായൊരു കമ്പനിയാണത്. അപ്പോൾ ഏറ്റവും അടുത്ത് 2020 അതിൻ്റെ വിൽപ്പന പരിശോധിച്ചാൽ 4.2 മില്യൺ വെഹിക്കിൾസ്, 42 ലക്ഷത്തോളം വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനിയായിരുന്നു 2020. ഫോർഡിന്റെ നിർമ്മാണ ഫാക്ടറികൾ, നിർമ്മാണ യൂണിറ്റുകൾ ഉള്ളത് ചൈനയിലുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുണ്ട്, ജർമ്മനി, ഇന്ത്യ, ടർക്കി, തായ്ലൻഡ്, സ്പെയിൻ, റഷ്യ, റൊമാനിയ, സൗത്ത് ആഫ്രിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിൽ ആണ്. നോർത്ത് അമേരിക്കൻ, വടക്കേ അമേരിക്കയിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പന നടക്കുന്ന മാർക്കറ്റ്. എഫ് സീരീസ് അമേരിക്കയുടെ ഏറ്റവും അധികം പ്രിയപ്പെട്ട മോഡലായി മാറി 2019. എന്തൊക്കെയാകാം ഫോർഡ് ഇന്ത്യയിലെ ഓപ്പറേഷൻസ്, എന്തൊക്കെയാകാം ഫോർഡ് ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തുവാൻ ഉള്ള കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് നോക്കാം. നമുക്കറിയാം, ഫോർഡ് ഇന്ത്യയിൽ 25 വർഷത്തിന് മുന്നേ പ്രവർത്തനം തുടങ്ങിയ കമ്പനിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും 2% മാത്രമാണ് ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ അതിന് നേടാൻ കഴിഞ്ഞത്. $2 ബില്യൺ ആണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലെ ഇതിൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട നഷ്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 4000 തൊഴിലാളികളാണ്, ജീവനക്കാരാണ് ഈ ഒരു തീരുമാനത്തിലൂടെ ബാധിക്കാൻ പോകുന്നത്. ഈ പ്രവർത്തനം നിർത്തിയതിനു ശേഷം ഇന്ത്യയിൽ എങ്ങനെയാണ് അതിൻ്റെ ഭാവി ഫോർഡ് കാണുന്നത് എന്ന് നോക്കിയാൽ, മറ്റ് പ്രവർത്തന യൂണിറ്റുകളിൽ നിന്നും, നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നും ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള മോഡലുകൾ ഇമ്പോർട്ട് ചെയ്ത് സെല്ല് ചെയ്യുക, വിൽക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പ്രീമിയം അപ്പർ സെഗ്മെന്റ് വെഹിക്കിളിലേക്ക് മാത്രമായിരിക്കും അതിൻ്റെ ശ്രദ്ധ പോവുക. കാരണം വില എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കും. ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിച്ച് പ്രിയപ്പെട്ട പ്രൊഡക്റ്റുകളായി നിന്നിരുന്ന, ഇന്ത്യയിൽ നിർമ്മാണവും ഉണ്ടായിരുന്ന മോഡലുകളെ വിറ്റഴിക്കുവാനുള്ള തീരുമാനമുണ്ട്. ഫോർഡ് ഫീഗോ, ആസ്പെയർ, ഫ്രീസ്റ്റൈൽ, എക്കോസ്പോർട്ട്, എൻഡവർ തുടങ്ങിയ മോഡലുകൾ. അതോടൊപ്പം ഇന്ത്യയിൽ ഈ 2 യൂണിറ്റുകളും അടയ്ക്കുന്നതിന് മുമ്പ് അവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ, അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണവുമായി സഹകരിച്ചിരുന്ന യൂണിറ്റുകൾ, ചെറിയ പാർട്സുകൾ സപ്ലൈ ചെയ്തിരുന്നവർ, വിൽപ്പനയുടെ ശൃംഖലയായിരുന്ന ഡീലേഴ്സ്, അതോടൊപ്പം ഗവൺമെന്റ്, 2 സംസ്ഥാനത്തെയും ഗവൺമെന്റുകൾ, മറ്റ് ഇതിൻ്റെ പങ്കാളികൾ, ഷെയർ ഹോൾഡേഴ്സ്, അതങ്ങനെ എല്ലാവരുമായിട്ടും ഒരു വളരെ നല്ല രീതിയിൽ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം മെട്രോ സിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട വാഹന ഭാഗങ്ങൾക്കുള്ള ഒരു ഡിപ്പോ മെയിൻറ്റെയിൻ ചെയ്യുകയും ഒരു ഡീലർ നെറ്റ്വർക്ക് വഴി
സെയിൽസും സർവീസും സ്പെയർ പാർട്സും എല്ലാം മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യയിലെ ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലയേഴ്സ് അവരുടെ പിന്തുണയോടുകൂടി എഞ്ചിൻ മാനുഫാക്ചറിങ്ങിന്റെ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, കയറ്റുമതി പ്രോത്സാഹിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമൊരു പരിസ്ഥിതി നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ അടുത്ത കാലങ്ങളിൽ പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുന്ന നിർമ്മാണം നിർത്തിപ്പോകുന്ന കമ്പനികളുടെ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ജനറൽ മോട്ടോഴ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഷെവ്രലെ. ജനറൽ മോട്ടോഴ്സ് ഇവിടെ നിർമ്മാണം നിർത്തിപ്പോയി നമുക്കറിയാം. അതോടൊപ്പം ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമൊബൈൽസ് എന്ന നിർമ്മാണ യൂണിറ്റ് പൂനെയിൽ അവർ ആരംഭിച്ചിരുന്നു. അതോടൊപ്പം ആരംഭിച്ചതിന് ശേഷം അത് പ്രവർത്തനം നിർത്തലാക്കിപ്പോയി. ഹാർലി ഡേവിഡ്സൺ ലോകത്ത് തന്നെയുള്ള വാഹന പ്രേമികളുടെ വളരെ പ്രീമിയമായിട്ടുള്ള ബ്രാൻഡാണ്. ഈ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, നിർത്തി പോകേണ്ടി വന്നു. ഇപ്പോൾ ഇതാ ഫോർഡും അതിൻ്റെ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് നിർത്തി പോവുകയാണ്. എന്തൊക്കെയാകാം ഈ അമേരിക്കൻ കമ്പനികളെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നിർത്തേണ്ടി വരുന്നത് എന്നുള്ളൊരു വിശകലനം നടത്തുന്നത് ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിലും അതോടൊപ്പം ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയിലും വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അതിനോട് പ്രത്യേക ഒരു കൗതുകമുണ്ടെന്നും അറിയാം. പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാർക്കറ്റ് കൃത്യമായി മനസ്സിലാക്കുക, അതിന്റെ കസ്റ്റമേഴ്സിന്റെ ഒരു മാനസിക അവസ്ഥ, അവരുടെ ഒരു ചിന്താ രീതി, അവരുടെ അഭിരുചി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിലും എത്ര വലിയ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിലും ആ മാർക്കറ്റിന്റെ മനഃശാസ്ത്രത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അതിന്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനും കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതോടൊപ്പം ഒരു കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള രീതി, അത് പ്രാദേശികമായിട്ടുള്ള ഒരു പങ്കാളിത്തം കൂടി കൂടുതൽ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതോടൊപ്പം ഓരോ മാർക്കറ്റിനും അനുയോജ്യമായ രീതിയിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ കമ്പനിക്ക് കഴിയണം. ഇങ്ങനെ അനവധി വിഷയങ്ങൾ ആണ് ഓരോ ബ്രാൻഡിനെയും വളർത്തുന്നത്, തളർത്തുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യണം, വിശകലനം ചെയ്യണം, മനസ്സിലാക്കണം. ഇന്നത്തെ ആംഫ ട്യൂബിൽ സംസാരിച്ച വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും വളരെ നന്ദി.